പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 OTT റിലീസായ മലയാളം ഡബ്ബിംഗിൽ കാണാവുന്ന അന്യഭാഷാ സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, പൊന്മകൾ വന്താൽ. 2020 ആമസോൺ പ്രൈമിലൂടെ ആദ്യമായി റിലീസായ തമിഴ് ചിത്രമാണ് പൊന്മകൾ വന്താൽ. സൂര്യ പ്രൊഡ്യൂസ് ചെയ്ത് JJ ഫെഡറിക് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജ്യോതിക, ഭാഗ്യരാജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വെൻപ എന്ന ഒരു വക്കീൽ പഴയ ഒരു കേസ് റീഓപ്പൺ ചെയ്യുകയും അതിലെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും സമൂഹത്തിൽ നടക്കുന്ന പല അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഡയറക്റ്റ് OTT റിലീസായ ആദ്യ തമിഴ് ത്രില്ലർ മൂവിയാണ് പൊന്മകൾ വന്താൽ. സിനിമ മലയാളം ഡബ്ബിംഗിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ചിത്രം പെൻഗ്വിൻ. 2020 തന്നെ ആമസോൺ പ്രൈമിലൂടെ റിലീസായ ഒരു തെലുങ്ക് സിനിമയാണ് പെൻഗ്വിൻ. ഈശ്വർ കാർത്തിക് സംവിധാനം ചെയ്ത സിനിമയിൽ കീർത്തി സുരേഷാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഒരു ഗർഭിണിയായ സ്ത്രീ തന്റെ ആദ്യ മകനെ കാണാതാവുകയും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു സൈക്കോ ത്രില്ലർ എന്ന രീതിയിൽ വന്ന ചിത്രത്തിന് പ്രേക്ഷക പ്രീതി നേടാൻ സാധിച്ചില്ല. സിനിമ മലയാളം ഡബ്ബിംഗിൽ കാണാവുന്നതാണ്. മൂന്നാമത്തെ ചിത്രം വി. ആമസോൺ പ്രൈമിലൂടെ 2020 ഡയറക്റ്റ് OTT റിലീസായ മറ്റൊരു തെലുങ്ക് ത്രില്ലർ സിനിമയാണ് വി. മോഹനകൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നാനി, നിവേദ തോമസ്, സുധീർ ബാബു, അതിഥി റാവു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പോലീസുകാരനും അയാളെ വെല്ലുവിളിച്ച് കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുന്ന സൈക്കോ കില്ലറും തമ്മിലുള്ള ഒരു മോസ് ആൻഡ് ക്യാറ്റ് പ്ലേ പോലെ പോകുന്ന ഒരു ത്രില്ലർ മൂവിയാണ് വി. നാനിയുടെ 25ാമത് ചിത്രമായി റിലീസായ സിനിമയ്ക്ക് മിശ്ര പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്. നാലാമത്തെ ചിത്രം മിസ് ഇന്ത്യ. 2020 തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ തെലുങ്കു ചിത്രമാണ് മിസ് ഇന്ത്യ. നരേന്ദ്രനാഥ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കീർത്തി സുരേഷ്, ജഗപതി ബാബു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതൽ ഒരു ബിസിനസ്സുകാരിയാവണം എന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അവളുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്ത് ഒരു വലിയ ബിസിനസ്സുകാരി ആവുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമ മലയാളം ഡബ്ബിംഗിൽ കാണാവുന്നതാണ്. അഞ്ചാമത്തെ ചിത്രം കാപ്പ രണസിംഗം. സിപ്ലക്സിലൂടെ 2020 റിലീസായ പൊളിറ്റിക്കൽ തമിഴ് മൂവിയാണ് കാപ്പ രണസിംഗം. പി. വിരുമാണ്ടി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയ് സേതുപതി, ഐശ്വര്യ രാജേഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാവപ്പെട്ട കർഷകരിൽ നിന്നും അവരുടെ സ്ഥലം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്കെതിരെ പോരാടി കർഷകരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന ഇമോഷണൽ പൊളിറ്റിക്കൽ തമിഴ് മൂവിയാണ് കാപ്പ രണസിംഗം. സിനിമ മലയാളം ഡബ്ബിംഗിൽ കാണാവുന്നതാണ്. ആറാമത്തെ ചിത്രം സൂരറൈ പോട്ടർ. സുധാ കൊങ്ങര സംവിധാനം ചെയ്ത് 2020 ആമസോൺ പ്രൈമിലൂടെ റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു സൂരറൈ പോട്ടർ. സൂര്യ, അപർണ ബാലമുരളി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തുകൊണ്ട് എടുത്ത സിനിമയിൽ നെടുമാരൻ എന്ന ആൾ എല്ലാവർക്കും ചെറിയ പൈസയിൽ സഞ്ചരിക്കാവുന്ന ഒരു എയർലൈൻ തുടങ്ങാൻ ശ്രമിക്കുന്നതിന്റെ പരാജയങ്ങളും വിജയവുമൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. OTT റിലീസായതിൽ വച്ച് കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം കൂടിയാണ് സൂരറൈ പോട്ടർ. ഏഴാമത്തെ ചിത്രം മൂക്കുത്തി അമ്മൻ. 2020 ഹോട്ട്സ്റ്റാറിലൂടെ റിലീസായ തമിഴ് ഫാന്റസി കോമഡി മൂവിയാണ് മൂക്കുത്തി അമ്മൻ. RJ ബാലാജി, ശരവണൻ എന്നിവർ സംവിധാനം ചെയ്ത സിനിമയിൽ നയൻതാര, ഉർവശി, RJ ബാലാജി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മതങ്ങളും മതങ്ങളുടെ പേരിലുള്ള പല ആചാരങ്ങൾക്കെതിരെയും ആൾദൈവങ്ങൾക്കെതിരെയും ഒക്കെ സംസാരിക്കുന്ന ഒരു മികച്ച ഫാന്റസി കോമഡി മൂവിയായിരുന്നു മൂക്കുത്തി അമ്മൻ. സിനിമ മലയാളം ഡബ്ബിംഗിൽ കാണാവുന്നതാണ്. എട്ടാമത്തെ ചിത്രം ഗതം. ആമസോൺ പ്രൈമിലൂടെ 2020 നവംബറിൽ റിലീസായ തെലുങ്കു ത്രില്ലർ മൂവിയാണ് ഗതം. കിരൺ എന്ന ഡയറക്ടറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഋഷി, അതിഥി എന്നിങ്ങനെ രണ്ടുപേർ ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയും പോകുന്ന വേളയിൽ
ഒരു സ്ട്രേഞ്ചറുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന സംഭവങ്ങളും ട്വിസ്റ്റുകളുമൊക്കെയായി പോകുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഗതം. സിനിമ മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്നതാണ്. അവസാനത്തെ ചിത്രം IIT കൃഷ്ണമൂർത്തി. ശ്രീവർദ്ധൻ സംവിധാനം ചെയ്ത് 2020 ആമസോൺ പ്രൈമിൽ റിലീസായ തെലുങ്കു ത്രില്ലർ മൂവിയാണ് IIT കൃഷ്ണമൂർത്തി. IIT ബോംബെയിൽ പഠിക്കുന്ന കൃഷ്ണമൂർത്തി എന്ന ചെറുപ്പക്കാരൻ തന്റെ ചെറിയച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാനായി ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു. പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. ട്വിസ്റ്റുകളുമൊക്കെയായി പോകുന്ന ചെറിയ ഒരു ത്രില്ലർ മൂവിയാണ് IIT കൃഷ്ണമൂർത്തി. ഇത്രയും സിനിമകളാണ് 2020 ഡയറക്റ്റ് OTT റിലീസായി മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്ന അന്യഭാഷാ സിനിമകൾ. സിനിമകൾ കണ്ടിട്ടുള്ളവർ അവരുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. സിനിമകൾ മലയാളം ഡബ്ബിങ്ങിൽ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. സിനിമ ഡൗൺലോഡ് ചെയ്യുന്നവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.